Subscribe now and press the bell icon. Never miss an update. ഹായ് കൂട്ടുകാരെ, കേരള PSC ടെക്സ്റ്റ് ബുക്ക് GKയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ 10ാം ക്ലാസ്സിലെ ഋതുഭേദങ്ങളും സമയവും എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഈ ഒരു വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ചു ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങളും ഫാക്റ്റുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നും എത്ര ചരിവ് ഉണ്ട് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അതിനുള്ള ഉത്തരം 66.5 ഡിഗ്രിയാണ്. അതായത് ഭൂമിയുടെ അച്ചുതണ്ടിനും പരിക്രമണ തലത്തിനും ഇടയിൽ ഉള്ള കോണളവ് 66.5 ഡിഗ്രിയാണ്. ഈ ഒരു ചിത്രത്തിൽ നിന്ന് ഭൂമിയുടെ അച്ചുതണ്ടും പരിക്രമണ തലവും തമ്മിലുള്ള കോണളവ് 66.5 ഡിഗ്രിയാണെന്ന് നമുക്ക് കാണാം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കോണളവാണ് ഭൂമിയുടെ അച്ചുതണ്ടും ലംബ തലവും തമ്മിലുള്ള കോണളവ്. അത് 23.5 ഡിഗ്രിയാണെന്നും ഓർത്തു വെക്കുക. ഭൂമിയുടെ സഞ്ചാര രീതി നമുക്കറിയാം. ദീർഘവൃത്താകൃതിയിൽ, അതായത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഷേപ്പിലാണ് ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഭൂമി സ്വയം കറങ്ങുന്നതിനെ നമ്മൾ ഭ്രമണം എന്നും സൂര്യനെ വലം വെക്കുന്നതിനെ പരിക്രമണം എന്നും നമ്മൾ വിളിക്കുന്നു. ഇവിടെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് അച്ചുതണ്ടിൻ്റെ സമാന്തരിത. അച്ചുതണ്ടിൻ്റെ സമാന്തരിത എന്നാൽ ഭൂമി അതിൻ്റെ അച്ചുതണ്ടും പരിക്രമണ തലവും തമ്മിലുള്ള ആ ഒരു കോണളവ് അതിൻ്റെ പരിക്രമണത്തിലുടനീളം നിലനിർത്തുന്നതിനെയാണ് അച്ചുതണ്ടിൻ്റെ സമാന്തരിത എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം ഏതാണ് എന്നാണ്. ജനുവരി 3 ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം. അതേപോലെ ഭൂമി സൂര്യനോട് ഏറ്റവും അകന്നു വരുന്ന ദിവസം ഏതെന്ന് നോക്കാം. ഭൂമി സൂര്യനോട് ഏറ്റവും അകന്നു വരുന്ന ദിവസമാണ് ജൂലൈ 4. നമുക്ക് ഈ രണ്ട് കാര്യവും വിശദമായിട്ട് നോക്കാം. ഇവിടെ നമുക്ക് കാണാം, ജനുവരി 3 ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം വളരെ കുറവാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂര്യ സമീപകം അല്ലെങ്കിൽ പെരിഹീലിയൻ. അതേ സ്ഥാനത്ത് ജൂലൈ 4 സൂര്യനും അതുപോലെ ഭൂമിയും തമ്മിലുള്ള അകലം കൂടുതലാണ്. അതിനെ നമ്മൾ സൂര്യോച്ചം അല്ലെങ്കിൽ അപ്ഹീലിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഈ ഡേറ്റുകളാണ്. ജനുവരി 3 സൂര്യനും അതുപോലെ ഭൂമിയും തമ്മിലുള്ള അകലം കുറവാണെന്നും ജൂലൈ 4 സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം കൂടുതലാണ് എന്നും ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം, ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമെന്തെന്നാണ്. ഭൂമിയിലെ ഋതുഭേദങ്ങൾക്ക് കാരണം സൂര്യൻ്റെ അയനമാണ്. സൂര്യൻ്റെ അയനം എന്നാൽ ഭൂമിയുടെ അച്ചുതണ്ടിലെ ചരിവ് കാരണം സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഇതിനെയാണ് നമ്മൾ സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ 4 ഡേറ്റുകളുണ്ട്. ജൂൺ 21, മാർച്ച് 21, ഡിസംബർ 22, അതുപോലെ സെപ്റ്റംബർ 23. ഇവിടെ മാർച്ച് 21 സെപ്റ്റംബർ 23 സൂര്യൻ്റെ സ്ഥാനം ഭൂമധ്യ രേഖകൾ മുകളിലായിരിക്കും. അതുകൊണ്ട് 2 അർദ്ധഗോളങ്ങളിലും ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. അതിനാൽ മാർച്ച് 21 സെപ്റ്റംബർ 23 നമ്മൾ സമരാത്ര ദിനങ്ങളെന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്ന പേരിലും അത് അറിയപ്പെടുന്നു. അപ്പോൾ ഓർത്തു വെക്കുക, സെപ്റ്റംബർ 23, മാർച്ച് 21 സമരാത്ര ദിനങ്ങളാണ്. അതുപോലെ ജൂൺ 21 നമ്മൾ വിളിക്കുന്നതാണ് ഗ്രീഷ്മ അയനാന്ത ദിനം. അതായത് ഉത്തരാർദ്ധഗോളത്തിൽ ജൂൺ 21 ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന പേരിൽ അറിയപ്പെടുന്നു. കാരണം ഉത്തരാർദ്ധഗോളത്തിൻ്റെ അല്ലെങ്കിൽ ഉത്തരായന രേഖയ്ക്ക് മുകളിലായിരിക്കും സൂര്യൻ്റെ സ്ഥാനം. അതുകൊണ്ട് ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ പകലിനു കാരണമാകുന്ന പ്രതിഭാസമാണ് ഗ്രീഷ്മ അയനാന്ത ദിനം. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ പകൽ വരുന്ന ദിവസമാണ് ജൂൺ 21. അതുപോലെ ഓർത്തു വെക്കേണ്ട ഒരു ദിവസമാണ് ഡിസംബർ 22. ഡിസംബർ 22 സൂര്യൻ്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിൽ ദക്ഷിണായന രേഖയ്ക്ക് മുകളിലായിരിക്കും. അപ്പോൾ
ഉത്തരാർദ്ധഗോളത്തിൽ ഡിസംബർ 22 ശൈത്യ അയനാന്ത ദിനം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഡിസംബർ 22 ശൈത്യ അയനാന്ത ദിനം. ശൈത്യ അയനാന്ത ദിനത്തിൽ ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ രാത്രിയായിരിക്കും അനുഭവപ്പെടുക. ഇത്രയും കാര്യങ്ങൾ ഓർത്തുവെക്കുക. അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ എന്നാണെന്നാണ്. അതായത് നമുക്കറിയാം ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ വരുന്ന ദിവസം ജൂൺ 21 അതായത് ഗ്രീഷ്മ അയനാന്ത ദിനം. അന്നായിരിക്കും ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ. അടുത്ത ചോദ്യം ഇന്ത്യയിൽ സാധാരണയായി എത്ര ഋതുക്കളാണുള്ളത്? ഇന്ത്യയിൽ സാധാരണയായി 6 ഋതുക്കളാണ് കാണപ്പെടുന്നത്. അതുപോലെ 2 കാര്യങ്ങൾ ഓർത്തു വെക്കുക. ശൈത്യകാലത്തിൽ നിന്നും വേനൽക്കാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമാണ് വസന്തകാലം. അതായത് ശൈത്യകാലത്തിൽ നിന്നും വേനൽക്കാലത്തിലേക്കുള്ള ഒരു മാറ്റമാണ് വസന്തകാലത്തിൽ നടക്കുന്നത്. അതുപോലെ വേനൽക്കാലത്തിൽ നിന്നും ശൈത്യകാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമാണ് ഹേമന്തകാലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർത്തു വെക്കുക, വസന്തകാലവും ഹേമന്തകാലവും. അടുത്ത ചോദ്യം നോക്കാം. ഒരു പ്രദേശത്തെ സൂര്യൻ്റെ ഉച്ചസ്ഥാനം, സൂര്യപ്രകാശം സൃഷ്ടിക്കുന്ന നിഴൽ എന്നിവയെ ആധാരമാക്കി നിർണ്ണയിക്കുന്ന സമയം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പ്രാദേശിക സമയം അല്ലെങ്കിൽ ലോക്കൽ ടൈം. അടുത്ത ചോദ്യം ഭൂമിയുടെ ഭ്രമണ ദിശയാണ്. ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. ഈ ഒരു ചിത്രത്തിൽ നിന്നും നമുക്ക് വളരെ ക്ലിയറാണ് ഭൂമിയുടെ ഭ്രമണദിശ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. അപ്പോൾ സൂര്യൻ്റെ ഉദയം കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടായിരിക്കും. ഭൂമിയുടെ മൊത്തം കോണളവ് 360 ഡിഗ്രിയാണ്. ഈ 360 ഡിഗ്രിയും ഭൂമി തിരിയാൻ ഏകദേശം 24 മണിക്കൂറാണ് എടുക്കുന്നതെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി രേഖാംശം തിരിയാൻ ഭൂമി എടുക്കുന്ന സമയമാണ് 4 മിനിറ്റ്. അല്ലെങ്കിൽ 15 ഡിഗ്രി രേഖാംശം തിരിയാൻ ഭൂമി ആകെ 1 മണിക്കൂർ എടുക്കും. അതായത് 1 മണിക്കൂർ കൊണ്ട് ഭൂമി 15 ഡിഗ്രി രേഖാംശം തിരിയുമെന്ന് ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം പ്രൈം മെറിഡിയൻ എന്നറിയപ്പെടുന്ന രേഖ ഏതാണെന്ന്. പ്രൈം മെറിഡിയൻ എന്നറിയപ്പെടുന്ന രേഖ ഗ്രീനിച്ച് രേഖയാണ്. അപ്പോൾ എന്താണ് ഗ്രീനിച്ച് രേഖ എന്നുകൂടെ നമുക്ക് നോക്കാം. 0 ഡിഗ്രി രേഖാംശ രേഖയെയാണ് നമ്മൾ ഗ്രീനിച്ച് രേഖ എന്ന് വിളിക്കുന്നത്. ഈ ഗ്രീനിച്ച് രേഖ ഇംഗ്ലണ്ടിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. ഇംഗ്ലണ്ടിലൂടെയാണ് 0 ഡിഗ്രി രേഖാംശയായ ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്നത്. 0 ഡിഗ്രി രേഖാംശ രേഖയിലെ സമയത്തെ നമ്മൾ ഗ്രീനിച്ച് സമയം അല്ലെങ്കിൽ ഗ്രീനിച്ച് മീൻ ടൈം എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നു. ഈ ഒരു രേഖയെ നമ്മൾ പ്രൈം മെറിഡിയൻ എന്ന പേരിലും വിളിക്കാറുണ്ട്. അതുപോലെ മറ്റൊന്നാണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ അല്ലെങ്കിൽ മാനക രേഖാംശം. ലോകത്തിലെ ഓരോ രാജ്യവും ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെ അവരുടെ സ്റ്റാൻഡേർഡായിട്ട് അല്ലെങ്കിൽ മാനക രേഖാംശയായിട്ട് കണക്കാക്കുന്നു. ഇതിനെയാണ് മാനക രേഖാംശം എന്ന് പറയുന്നത്. മാനക രേഖാംശയിലെ പ്രാദേശിക സമയത്തെയാണ് മാനക സമയം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം എന്ന് വിളിക്കുന്നത്. ഇന്ത്യയുടെ മാനക രേഖാംശം ഓർത്തുവെക്കുക 82.5 ഡിഗ്രി കിഴക്കാണെന്ന് ഓർത്തുവെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി കിഴക്കാണെന്ന് ഓർത്തുവെക്കുക. മാനക രേഖാംശം എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയെന്നാണ് ചോദ്യം. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി ഈസ്റ്റാണ്. 82.5 ഡിഗ്രി കിഴക്കാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. ഇനി 11ാമത്തെ ക്വസ്റ്റ്യനാണ്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നുപോകുന്ന കടലിടുക്ക് ഏതാണ്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നുപോകുന്ന കടലിടുക്ക് ബെറിങ് കടലിടുക്കാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നാൽ 180 ഡിഗ്രി രേഖാംശ രേഖയെ വിളിക്കുന്ന പേരാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നാൽ. ഈ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്നത് ബെറിങ് കടലിടുക്കിലൂടെയാണ്. ഈ ബെറിങ് കടലിടുക്ക് പസഫിക് സമുദ്രത്തിലാണെന്നുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. PSC അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, ബെറിങ് കടലിടുക്ക് ഏത് മഹാസമുദ്രത്തിലാണെന്ന്. നമ്മൾ ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി കിഴക്കാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി
അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ത്യ ഗ്രീനിച്ച് സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് കൂടുതലാണെന്ന് കൂടെ ഓർത്തു വെക്കണം. അതായത് ഗ്രീനിച്ചിൽ ഉച്ചയ്ക്ക് 12 മണിയായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ വൈകിട്ട് 5:30 മണിയായിട്ടുണ്ടാവും എന്നർത്ഥം.